നമസ്കാരം. സൗദി അറേബ്യയിൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ അബ്ദുറഹീമിനു വേണ്ടി വലിയൊരു ക്രൗഡ് ഫണ്ടിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ട്. 34 കോടി രൂപയിൽ അധികമാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചത്. യമനിൽ അതുപോലെ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇത്തരമൊരു ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് സാമൂഹ്യ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട യമനിയുടെ ബന്ധുക്കൾ ദിയാധനം വാങ്ങി നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ ആ സംരംഭം ജനങ്ങൾ ഏറ്റെടുത്ത് വലിയ വിജയമാക്കി തീർക്കുമെന്ന് തീർച്ചയായും. പക്ഷേ ഇത്തരം ക്രൗഡ് ഫണ്ടിങ് ആർക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും നടത്താൻ സാധിക്കുമോ? ഈ ചോദ്യം ചോദിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയാണ്. നിയന്ത്രണമില്ലാതെ ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന് കാരണമായത് ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് നടത്തിയ വലിയൊരു ക്രൗഡ് ഫണ്ടിംഗ് ആണ്. അദ്ദേഹം നടത്തിയ ചില ഓൺലൈൻ ക്യാമ്പയിനുകളെ പിന്തുണക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഓൺലൈൻ ക്യാമ്പയിനുകളുടെ വിജയത്തിന് വേണ്ടിയാണ് അദ്ദേഹം ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പരിഗണിച്ച ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ സംഭാവനകൾ നൽകുകയും ചെയ്തു. ഏതാണ്ട് 1 കോടിയോളം രൂപ അദ്ദേഹം സമാഹരിച്ചു. ഈ 1 കോടിയോളം വരുന്ന രൂപയിൽ അദ്ദേഹം RTI പ്രകാരമുള്ള ചില വിവരങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് വെറും 286 രൂപയാണ്. ഈ 286 രൂപയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഏകദേശം 1 കോടിയോളം രൂപ സമാഹരിച്ചത്. അപ്പോൾ ഈ ഫണ്ട് ശേഖരണത്തിലേക്ക് സംഭാവന ചെയ്ത ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി സമർപ്പിച്ചത്. ഇങ്ങനെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അപ്പോൾ ഈ കേസിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെതിരായ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇദ്ദേഹം ഗുജറാത്ത് ഹൈക്കോടതിയെ സമർപ്പിച്ചത്. അപ്പോഴാണ് ഗുജറാത്ത് ഹൈക്കോടതി ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. പല രാജ്യങ്ങളിലും ക്രൗഡ് ഫണ്ടിംഗ് നിയന്ത്രിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിയമമോ നിയന്ത്രണമോ ഒന്നുമില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ കോടതി ഒരു സംശയം പോലെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിനെ നിയന്ത്രിക്കുന്നതിന് നിയമപരമായ വല്ല നിയന്ത്രണങ്ങളും ഉണ്ടോ എന്ന് കോടതി ആരായുകയാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഗുരുതരമായ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗോഖലെയുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിനാണെങ്കിലും ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ധനശേഖരണത്തിന് അഭ്യർത്ഥന നടത്തുന്നു. ജനങ്ങൾ സ്വമേധയാ അതിലേക്ക് സംഭാവന ചെയ്താൽ അത് തട്ടിപ്പാകുമോ അല്ലെങ്കിൽ വഞ്ചനയാകുമോ, അങ്ങനെ വഞ്ചനയാണ് തട്ടിപ്പാണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. കാരണം ഈ കേസിലെ പരാതിക്കാരി തന്നെ പറയുന്നത് ഞാൻ അതിലേക്ക് സംഭാവന ചെയ്തു എന്നാണ്. സംഭാവന എന്ന് പറയുന്നത് ഒരാൾ സ്വമേധയാ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു ഈ ഗോഖലെയുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ അഭിഭാഷകൻ്റെ വാദം. അതേസമയം ഇദ്ദേഹം ഈ RTI പ്രകാരം വിവരം ശേഖരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ചില ക്യാമ്പയിനുകൾ നടത്താനും എന്ന് പറഞ്ഞ് സമാഹരിച്ച ഈ പണം ഇദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്കാണ് വിനിയോഗിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. അദ്ദേഹം ഈ പണത്തിൻ്റെ നല്ലൊരു ഭാഗം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹം വിമാനയാത്ര പോലെയുള്ള ചില ആവശ്യങ്ങൾക്കും ആണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തട്ടിപ്പും അതുപോലെ വഞ്ചനയുമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഏതായാലും കോടതി ഈ കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത മെയ് 1 ഈ കേസ് വാദം കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേകമായ നിയമമോ നിയന്ത്രണമോ ഇന്ത്യയിൽ ഇല്ലാത്തത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. ജീവകാരുണ്യ പ്രവർത്തനം മുതൽ സിനിമാ നിർമ്മാണം വരെയുള്ള പലതരം ആവശ്യങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഉദാരമായി സംഭാവനകൾ നൽകാൻ തയ്യാറുള്ളവരാണ് മിക്കവാറും മനുഷ്യർ. അതിന് തെളിവാണ് നമ്മൾ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ കണ്ടത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വലിയൊരു തുക സമാഹരിക്കാൻ സാധിച്ചു. ഇത്തരം ക്രൗഡ് ഫണ്ടിംഗ് നടക്കുമ്പോൾ സംഭാവന നൽകാൻ, ഉദാരമായി സംഭാവന നൽകാൻ ജനങ്ങൾ തയ്യാറാണെന്നിരിക്കെ ഇതിനെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഏതായാലും മെയ് 1 ഈ കേസിൽ വാദം കേട്ട ശേഷം ഗുജറാത്ത് ഹൈക്കോടതി എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.